മൂന്നാം അധ്യായം തുറക്കാൻ പറഞ്ഞു. തുറന്നു. സോളമൻ്റെ പ്രാർത്ഥനയാണ് കിട്ടിയത്. അന്നേരം 1000 ദഹനബലി സോളമൻ രാജാവ് അർപ്പിച്ചു ഗിബയോനിലെ പീഠത്തിൽ. 1000ാമത്തെ ബലി പൂർത്തിയായി അന്ന് യഹോവ പ്രത്യക്ഷപ്പെട്ടു സോളമനോട് ചോദിച്ചു, നിനക്കിൻ്റെ ബലിയിൽ ഞാൻ പ്രസാദിച്ചു, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പറഞ്ഞു. സോളമൻ എന്താ ചോദിച്ചേ നമുക്കറിയാമല്ലേ. സോളമൻ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഈ കണ്ട ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം എനിക്കില്ല, വിവേകം തരണേ എനിക്കെന്ന് പറഞ്ഞു. യഹോവ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പ്രസാദിച്ചു. നീ ദീർഘായുസോ ശത്രു സംഹാരമോ സമ്പത്തൊന്നും ചോദിച്ചില്ല, നീ എന്നെ ചോദിച്ചു. വിസ്ഡം, വിവേകം ഈസ് ഈക്വൽ ടു ഗോഡ്. ദൈവത്തെ ചോദിച്ച സോളമന് ദൈവം കടൽ തീരം പോലെ വിശാലമായ ഒരു ഹൃദയം കൊടുത്തു, ജ്ഞാനം കൊണ്ട് നിറച്ച്. പിന്നെ ചോദിക്കാത്ത സമ്പത്ത് വാരിക്കോരി കൊടുത്തു. സോളമനെ പോലെ ജ്ഞാനി ഒരുവനുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ലെന്നാണ് തിരുവചനം വായിക്കുന്നത് നമ്മൾ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട്